ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മളിന്നൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെന്നൈയില് അടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എക്കോ പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വരേണ്ടതെന്നും ഒക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ ചെന്നൈയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും നമുക്ക് ഈ റീസെന്റ് ആയിട്ടാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത തരത്തിലുള്ള അത്രയ്ക്കും അടിപൊളി സംഭവങ്ങളാണ് ഈ പാർക്കിനുള്ളിലുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മാസം മുന്നേ എങ്കിലും മിനിമം ഒന്ന് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഓൺലൈൻ ബുക്കിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊൽക്കാപ്പിയ പൂങ്ക എന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചെന്നൈ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പൊ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അപ്പൊ ഇതാണ് അവരുടെ ആ ഒരു വെബ്സൈറ്റ്. അതിനകത്ത് ബുക്ക് യുവർ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസും എത്ര മണിക്കാണ് അവിടെ കയറേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും കേട്ടോ. 2:30 മുതൽ 4:30 വരെയാണ് സമയം, വൈകുന്നേരം. അപ്പൊ ആ ഒരു ടൈം സ്ലോട്ടിലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. ഒരു മാസം മുന്നേയൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിനകത്ത് കാലണ്ടർ ഉണ്ട്. കാലണ്ടറിനകത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മറ്റ് ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് കഴിയുമ്പോഴേക്കും നമുക്കൊരു OTP വരും നമ്മുടെ ഫോണിലേക്ക്. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ലോട്ടിൽ ഒരു ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ സമ്മർ വെക്കേഷന് 300 പേരെയാണ് ഒരു ഡേയിൽ കയറ്റുന്നത്. അപ്പോൾ നമ്മളൊരു 2 ആഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ വരാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2:30 മുതലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ. ഓൺലൈനായിട്ട് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നതിന് ശേഷം ആ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ഇവിടെ സെക്യൂരിറ്റി കാണിച്ചാലാണ് നമ്മളെ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ 2:30 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മാത്രമാണ് ഇവരിവിടെ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത്. 2:30 മുതൽ 4:30 വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഗൈഡഡ് ടൂറാണ്. നമുക്കൊരു ഗൈഡ് കൂടെ വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് നേരത്തെ തന്നെ എത്തിയായിരുന്നു കേട്ടോ. ഒരു 2:20 ആയപ്പോൾ എത്തി. അപ്പൊ എന്തായാലും നമ്മൾ 2:30 ആയപ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി നമ്മുടെ ടിക്കറ്റ് ഒക്കെ ചോദിക്കും. ഒരാളിന് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അഡൾട്ട്സിനും കുട്ടികൾക്കും ഒക്കെ 20 രൂപയാണ്. അപ്പൊ 3 പേർക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ 60 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 60 രൂപയ്ക്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് പൈസ ഒരുപാട് ലാഭമാണ്. ഒരുപാട് പൈസ നമുക്ക് അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കും തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് കോൾഡ് ആയതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണല്ലോ, ഇപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിതേ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഡസ്റ്റ്ബിന്നിൻ്റെ സൈഡിൽ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എഴുതി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി അങ്കിൾ പറഞ്ഞു അകത്തേക്ക് കയറി പൊയ്ക്കോളാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഗൈഡ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. സാധാരണ ഇവിടെ ഗൈഡ് ഉള്ളതാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് നമ്മളോടൊപ്പം ഗൈഡ് ഇല്ല, നമ്മളോട് തനിയെ പോയി കണ്ടോളാനാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിതേ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നേരെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ അവരുടെ മെയിൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഒരു വിസിറ്റർ സെന്റർ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഫോറിനേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അകത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത് കേട്ടോ. അതൊരു AC റൂമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനകത്ത് കയറിയിട്ടില്ല. പിന്നെ 2 സൈഡിലും തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം പച്ചപ്പും ഹരിതാവയാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല ചെന്നൈയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്. അത്രയ്ക്കും അടിപൊളി സംഭവമാണ് കേട്ടോ. ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ അതേ ഇവിടെ അവരുടെ ഒരു ചെറിയൊരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബേർഡ്സിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ. അപ്പൊ നമ്മൾ നേരെ വന്ന ഉടനെ തന്നെ ഈ സെക്യൂരിറ്റി നമ്മൾ ഓൾറെഡി ഈ ഒരു ടിക്കറ്റ് കാണിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിനകത്തേക്ക് വന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ അവർ ആ ടിക്കറ്റ് തരുന്നത് നമ്മൾ നേരെ കൊണ്ടുവന്ന് സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ട് വീണ്ടും നമ്മളെ ഉള്ളിലേക്ക് വിടുവാണ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് 2:30 തന്നെ നമ്മളോട് റിപ്പോർട്ട് ചെയ്യണം. 4:30 നമുക്കിത് കണ്ടിട്ട് ഇറങ്ങേണ്ടതാണ്. അപ്പൊ 2 രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റും. ഒന്ന് ലോങ് വാക്കിംഗ് ട്രാക്കും ഉണ്ട്, ഒന്ന് ഷോർട്ട് വാക്കിംഗ് ട്രാക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ
ഷോർട്ട് വാക്കിംഗ് ട്രാക്ക് വഴിയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഇങ്ങനെ അവർ ഗൈഡ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അകത്തേക്ക് കയറുവാണ്. അപ്പം നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ ലോങ് വാക്കിംഗ് ട്രാക്ക് എന്ന് എഴുതിയിരുന്നില്ല, അതിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ പാറ കഷ്ണങ്ങളിൽ കൊത്തി വെച്ചേക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് കൈകൊണ്ട് ചെയ്താണ് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ ഇവിടെയും ഒരു ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പാർക്കിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വാക്കിംഗ് ട്രാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് നമുക്കിങ്ങനെ പോവാം കേട്ടോ. അപ്പൊ നമ്മളിതേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പാറ കഷ്ണങ്ങളിൽ കൊത്തി വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇവിടെ ആൾക്കാർ ചെയ്തതാണ്. അപ്പൊ അതേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഉണ്ട് ഒരു മരത്തിൽ എന്തോ ഒരു കായ് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പൊ നമുക്കിത് നടക്കാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് തറയിലൊക്കെ ഇതുപോലെ ചെറിയ ഈ ഒരു ജീവിയെ കണ്ട, ഇതിവിടെ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്താണ് ഇതിന്റെ പേരെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഒരു റെഡ് കളറിൽ ബ്ലാക്ക് സ്പോട്ട് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അത് എനിക്ക് കണ്ട ലേഡി ബഗ്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ കൗതുകത്തോടെ ഞാൻ ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രിക്കോഷൻസ് ഒക്കെ, വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നടക്കാൻ തയ്യാറായിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വാക്കിങ്ങിന് വരുന്ന പാർക്കാണ് കേട്ടോ ആൾക്കാർ രാവിലെ. അതും ടൈം സ്ലോട്ട് ഉണ്ട്, രാവിലെ 7 മണിക്ക് എന്തോ ആണ് കേട്ടോ, അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതും ഇതുപോലെ പാസ്സൊക്കെ നേരത്തെ എടുത്ത് വെക്കണമെന്നാണ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണ്, ഈ 2:30 to 4:30 സമയത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നാലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് നടക്കാനുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഷൂവും നല്ല ചപ്പലൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്, നമുക്ക് ജോഗിങ്ങിനൊക്കെ പോകുന്ന പോലെ. കാരണം കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് കാലൊക്കെ വേദനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചെരുപ്പൊക്കെ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ആയിട്ട് ഇതുപോലെ ചെറിയ കുടിലുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് വന്നിട്ട് വിശ്രമിക്കാനാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വെയിലത്ത് നല്ല തളർന്നിരിക്കുവാണ്. അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് കുറച്ചു നേരം ആ ഹട്ടിലൊക്കെ ഇരുന്നിട്ട് പിന്നെയും ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും കൊണ്ട് ചെറിയൊരു ആർച്ച് പോലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അവിടെ കല്ലിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെപ്പോഴാണ് വന്നത്, ഏത് ഗവൺമെന്റിന്റെ പീരീഡിലാണ് വന്നത് എന്നൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പസിലുണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇതിങ്ങനെ കിളികളെയൊക്കെ ബേർഡ്സിന്റെ ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പസിലായിരിക്കും. അപ്പം വലിയവർക്കും കളിക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ആമി ഓടി വന്ന് അതൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ച് ടഫാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൺട്രോളിൽ ഇത് നിൽക്കത്തില്ല. ഈ പൈപ്പ് ഇങ്ങനെ കറങ്ങി കറങ്ങി പൊക്കോണ്ടിരിക്കും. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, മൊത്തം ഇങ്ങനെ ഫുള്ള് ഈ ഓരോ പ്രാണികളെയും ഇൻസെക്റ്റിനെയും ഒക്കെ ഇവരിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. മൊത്തം പാറക്കല്ലിൽ ചെയ്തേക്കുന്ന വർക്കുകളാണ്. പിന്നെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ ഈ ഒരു ടണൽ പോലത്തെ ഒരു സംഭവം കണ്ടോ, ഈ ഒരു ഗുഹ പോലത്തെ, ഇതിനകത്തോടി കുട്ടികൾക്ക് കയറി ഇറങ്ങി ഓടി കളിക്കാനൊക്കെ പറ്റും. കുട്ടികൾക്ക് ഇപ്പൊ കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ കുറച്ച് പോർഷനേ ഉള്ളെങ്കിലും നല്ല രസമാണ്, നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതേ ഈ ഫ്ലവറിന്റെ അടുത്ത്, യെല്ലോ ഫ്ലവറിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ നമുക്ക് മസ്റ്റ് ആണല്ലോ എവിടെ പോയാലും. പിന്നെ അത് ഈ കരിങ്കല്ലിൽ തീർത്തേക്കുന്ന ഈ ഒരു മൂങ്ങയെ കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഒറിജിനാലിറ്റി ആണെന്നറിയാമോ. അപ്പോൾ ഈ ഇരിക്കുന്ന കല്ലിലും ഒക്കെ അതേ മീനിന്റെ ഷേപ്പും ഓരോന്നൊക്കെ അവരിങ്ങനെ കല്ലിലിങ്ങനെ കൊത്തി വെച്ചേക്കുവാണ്. അപ്പോൾ കാണാനും നല്ല രസമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും ഉണ്ട് ഇവിടുത്തെ അടയാർ റിവർ ആണിത്. അപ്പോൾ റിവർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്നിട്ട് ഇത്രയും ദൂരത്തേക്കുള്ള ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റിവറിനകത്ത് ഇഷ്ടം പോലെ പക്ഷികളുണ്ട്. അപ്പോൾ ആ റിവറിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ അതുവഴിയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ദേശാടന കിളികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വ്ലോഗിൽ കാണാം. അപ്പോൾ അതേ നമ്മൾ നടന്ന് തളർന്ന് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടാലും തീരത്തില്ല, അത്രയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറകിൽ വന്നുകൊണ്ടേയിരിക്കും.
പിന്നെ ഞങ്ങൾ നേരെ വന്നേക്കുന്നത് ദേ ഈ ഒരു അക്വേറിയത്തിന്റെ സെക്ഷനിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ദേ ഇങ്ങനെ കീരിയുടെ ഒരു സംഭവമാണ് ഒരു പാറയിൽ കൊത്തി വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം കരുതിയത് ഈ മീനാമ്പേച്ചി എന്നാണ് കേട്ടോ. പിന്നീട് വിചാരിച്ചു മരപ്പട്ടി ആയിരിക്കും. പക്ഷെ പിന്നീടാണ് ഗൂഗിളിലൊക്കെ ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് കീരിയാണെന്നുള്ളത്. കാരണം അത് കീരിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം ഇതിന്റെ ഈ കെട്ടിടത്തിനകത്ത് ഫുള്ളായിട്ട് പാമ്പിന്റെ ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ചെയറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഫുള്ള് പാമ്പിന്റെ ഷേപ്പിൽ വർക്ക് ചെയ്ത് പെയിന്റ് അടിച്ചേക്കുന്നതാണ്. അപ്പൊ ഇതിനുള്ളിലൂടെ കടന്ന് അകത്തോട്ടേക്ക് പോകുമ്പോൾ ഇതിനകത്താണ് അക്വേറിയം ഉള്ളത്. ഇവിടെ ഏറ്റവും ഭയങ്കര ഒരു നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെ ഈ ഒരു ഫിഷാണ്. നീമോ ഫിഷാണിത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നീമോ ഫിഷിനെ. നിങ്ങൾ ഫൈൻഡിങ് നീമോ എന്നിട്ടുള്ളൊരു മൂവി, ഇംഗ്ലീഷ് മൂവി ഉണ്ട്, അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ ഫിലിം കണ്ടിട്ട് ഞാനും ആമിയും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കര ഫാനായി മാറി. ആ ഫിഷിന്റെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴും മനസ്സിലോർത്തായിരുന്നു കേട്ടോ, ഇങ്ങനെ ഈ ഫിഷിനെ എനിക്ക് നേരിട്ടൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഞാനതൊക്കെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അങ്ങനെ ആ ഫിഷിനെ നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റി. അങ്ങനെ ആഗ്രഹിച്ചതുപോലെ നീമോ ഫിഷിനെയും കണ്ടു. പിന്നെ വേറെയും 1-2 അക്വേറിയം സെറ്റപ്പ് ഉണ്ട്. ഫുൾ ഇക്കോസിസ്റ്റം മോഡലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് AC ആണ്. നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഈ ചൂടത്ത് ഇങ്ങനെ നടന്നു വന്ന് വിയർത്ത് കുളിച്ച് നേരെ ഇതിനകത്തേക്ക് കയറിയപ്പം ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പാണ്, AC ആണ്. കുറച്ച് നേരം തന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഉണ്ട് ദേ ഓരോ സ്ഥലത്തും ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇതാണെങ്കിൽ ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, ബട്ടർഫ്ലൈയുടെ പ്യൂമയും അതിൻ്റെ മുട്ടയും അത് വിരിയുന്നതും അങ്ങനത്തെ ഓരോ സ്റ്റേജസ് ആയിട്ട് അങ്ങനെ അവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഫുള്ള് സിമെന്റിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതേ ഈ കുടിലുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഗെയിം സോണൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മഞ്ചാടി കുരുവില്ലേ, അതിന്റെ മോഡലാണ് ചെയ്തേക്കുന്നത് കേട്ടാ. എന്തൊരു പെർഫെക്ഷൻ ആണോ നോക്കിയത്. നമുക്ക് ശരിക്കും വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോഴാണ് നല്ലതായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ടാണ് ഓരോന്നും ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതേ ഇവിടേക്ക് വന്നപ്പോഴേക്കും ഉണ്ട് ഈ പാമ്പിനെ കണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കാതെ വരുമ്പോഴാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ അത് കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ, അമ്മമാരോട് ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് പാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അവരും പേടിച്ചിട്ടാണ് ഇവിടേക്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരുപാട് ഈ ചെറിയ ജീവികളുടെയൊക്കെ മോഡലുകളാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ പാറക്കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന രൂപങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്നതാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തുമാത്രം പെർഫെക്ഷനോടെയാണ് ചെയ്തേക്കുന്നതെന്ന്. ശരിക്കും ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറിയപ്പോഴുണ്ടല്ലോ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഒരു കാവില് പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളും ഇങ്ങനെ കയറ് വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വർക്കൊക്കെ നടക്കുവാണ്, കുറെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഡേഞ്ചർ സോൺ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഇഴജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഉള്ളിലേക്ക് കയറ്റാത്തത്. ശരിക്കും ചെന്നൈയുടെ നടുവില് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥലമാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് നോക്കേട്ടോ, മറക്കരുത്. അടയാറാണ് ഇതിന്റെ ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. ഞങ്ങളും അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതേ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 58 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈ റിവേഴ്സ് റീസ്റ്റോറേഷൻ ട്രസ്റ്റ് ആണ് ഇത് എടുത്ത് നടത്തുന്നത് കേട്ടോ. പിന്നെ 2000 മദ്രാസ് ഹൈക്കോടതി ഗവൺമെന്റ് സ്റ്റേറ്റിനോട് അടയാറ് ക്രീക്ക് എക്കോ സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടത്. അത് കഴിഞ്ഞിട്ട് 2006 അടയാർ പൂങ്ക ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ആയി. അത് 358 ഏക്കറിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ ഫേസ് 1, ഫേസ് 2 എന്നിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 58 ഏക്കർ ഫേസ് 1ഉം 300 ഏക്കർ ഫേസ് 2 ആയിട്ടാണ് അവര് ചെയ്തത് കേട്ടോ. അങ്ങനെ പതിയെ ഓരോ വർഷങ്ങളിലായിട്ട് ഇങ്ങനെ പണികൾ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാർക്കാണ്. അവസാനം 2020 ആയപ്പോഴേക്കും വലിയൊരു പ്രോജക്റ്റ് ആക്കി ഇത് മാറ്റി. ഏകദേശം 172 പ്ലാന്റ് സ്പീഷീസ് ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഹെവനായി മാറി എന്നാണ് പറയുന്നത് ഇവിടെ. പിന്നെ നമ്മൾ നേരെ വന്നേക്കുന്നത് ഈ ഒരു ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ വന്ന് ഈ ഒരു അടയാർ റിവർ വ്യൂ പോയിന്റ് കാണാനാണ് നമ്മളിവിടെ വരുന്നത്.
അപ്പം ഈ ചെന്നൈ ഈ സിറ്റിക്കകത്ത് ഒത്ത നടുവിൽ അടയാർ റിവറിനെ അവരിങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഈ ഒരു എക്കോസിസ്റ്റം, ഈ ഒരു എക്കോ പാർക്ക്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സിറ്റിയിലാകുമ്പോഴേക്കും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബേർഡ്സും അതുപോലെ അനിമൽസും പിന്നെ നമ്മുടെ ചെടികളും മരങ്ങളും ഒക്കെ നശിച്ചു പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെ നശിച്ചു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി സംരക്ഷകർ എല്ലാവരും കൂടി ചേർന്നെടുത്ത് നടത്തിയ ഒരു സംരംഭമാണിത്. എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് വിസിറ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ചെന്നൈ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നുള്ളത്. പിന്നെ ഇത് ഫുള്ള് ചതുപ്പ് നിലമാണ്, കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെയൊക്കെ അവർ റെനോവേറ്റ് ചെയ്ത് നമുക്ക് നടക്കാനുള്ള നടപ്പാതയാക്കിയൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലത്ത് രണ്ട് സൈഡിൽ നോക്കിയ കാട് പോലെ ഇരിക്കുന്നില്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞൊരു ഫോറസ്റ്റിൽ വന്നൊരു പ്രതീതിയാണ്. ഇതിന്റെ അപ്പുറത്തെ ലോകത്ത് വലിയൊരു മെട്രോ സിറ്റി ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ ഇതിനുള്ളിൽ കയറിയാൽ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഒരുപാട് തരത്തിലുള്ള ബേർഡ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പീഷീസിലുള്ളതുണ്ട്. അപ്പോൾ അടയാർ അഴിമുഖത്ത് തമിഴ്നാട് സർക്കാർ വികസിപ്പിച്ചെടുത്ത പാരിസ്ഥിതിക പുനരുദ്ധാരണ പദ്ധതിയാണ് തൊൽക്കാപ്പിയ പൂങ്ക അല്ലെങ്കിൽ തൊൽക്കാപ്പിയ ഇക്കോ പാർക്ക് എന്ന് പറയുന്നത്. നശിച്ചുപോയ അടയാർ ഗ്രീക്ക് പ്രദേശം പുനഃസ്ഥാപിച്ച് കോറമോണ്ടൻ തീരത്തെ ജലസസ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 100 കോടി രൂപ ചെലവിൽ ഏകദേശം 58 ഏക്കറിലാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാർക്കിന് പേരിട്ടേക്കുന്നത് പ്രശസ്ത തമിഴ് പണ്ഡിതൻ തൊൽക്കാപ്പിയരുടെ പേരിലാണ് കേട്ടോ ഈ ഒരു പാർക്ക് പേരിട്ടേക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി കരുണാനിധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് DMKയുടെ പീരീഡിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേ നമ്മൾ നടന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു പകലാണെന്ന് തോന്നുന്നില്ല, കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാടിങ്ങനെ തിങ്ങി ഞെരിങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഇരുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് എനിക്കൊന്ന് പേടിയായി, കാരണം ഭയങ്കര ഇരുട്ട് തോന്നി. പിന്നെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴേക്കും നല്ല വെയിലായി. അങ്ങനെ ഞങ്ങൾ നടന്ന് തളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചെപ്പലിടണം, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വെള്ളം കൊണ്ടുവരണം കേട്ടോ. പിന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഇവിടെ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ എന്തായാലും ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മളവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് കേട്ടോ. പക്ഷെ പിന്നീട് നമ്മൾ തിരികെ പോകുന്ന വഴിയിൽ വേറെ സ്ഥലത്തു നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്ന് എന്തായാലും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രം മേടിച്ച് കുടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ഇവിടെ ബൈനോക്കുലർ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ടവറിന്റെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നതിനിടയിൽ തന്നെ എനിക്ക് ഹസ്ബൻഡ് കാണിച്ചു തന്നാണ് സൺ നെറ്റ്വർക്ക് ഇല്ലേ, ഇവിടുത്തെ സൺ ചാനൽ, അതിന്റെ നെറ്റ്വർക്കിന്റെ കമ്പനിയാണ് കേട്ടോ. അതിന്റെ ബിൽഡിംഗ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഈ ബൈനോക്കുലർ സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ അടയാർ സിറ്റി മൊത്തം കാണാൻ പറ്റും, അടയാർ റിവറും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോരാനേ തോന്നിയില്ല. കാരണം ശരിക്കും നാട്ടിൽ വന്നൊരു പ്രതീതി തന്നെയായിരുന്നു. പിന്നെ അത് ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഇരിപ്പുണ്ട് ഇവിടെ. നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് വെറൈറ്റി കളറിലുള്ളതൊക്കെ വരും എന്നാണ് നമ്മളോട് സെക്യൂരിറ്റി അങ്കിൾ പറഞ്ഞത്. പിന്നെ അത് ഹസ്ബൻഡാണ് ബൈനോക്കുലർ വഴി നോക്കുന്നത് കേട്ടോ. എനിക്ക് നോക്കാനുള്ള ഹൈറ്റ് ഇല്ല, ആമിക്കും ഇല്ല ഹൈറ്റ്. അങ്ങനെ ആമിക്ക് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. അവൾക്ക് ബൈനോക്കുലറിൽ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിണങ്ങി നിൽക്കുന്നതാണ്. ഞാനും നോക്കിയിട്ടില്ല, അപ്പൊ എനിക്കും ഹൈറ്റ് കുറവായതുകൊണ്ട് പറ്റത്തില്ല. ഹസ്ബൻഡിന്റെ ഹൈറ്റിനനുസരിച്ചുള്ള ഹൈറ്റിലാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലോട്ടേക്ക് നടന്നു വന്നപ്പോഴേക്കും കൊണ്ടതേ ഒരു മൈഗ്രേറ്ററി ബേർഡ് ഒളിച്ചിരിപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഇതിൻ്റെ ഭംഗിയൊന്നും നല്ലോണം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ശരിക്കും ഹസ്ബൻഡാണ് നല്ലോണം ഇത് എൻജോയ് ചെയ്തത് കേട്ടോ. പിന്നെ ചൂടിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. ഭയങ്കര ചൂടാണ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലൊക്കെ വരണേ, മറക്കരുത്.
ഈ ഒരു സമയത്ത് വന്നാൽ നല്ല ചൂടായിരിക്കും. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൊണ്ട് വരാനായിട്ട് എന്തായാലും നല്ലതായിരിക്കും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നടക്കണം, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് നടക്കാനുള്ളൊരു ഇതുണ്ട്. കാരണം 58 ഏക്കർ സ്ഥലമല്ലേ, നമ്മളിത് ഇത്രയും നടന്ന് കറങ്ങി ഫ്രണ്ടിൽ എത്തണമല്ലോ. പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് റൂം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുത്ത് ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ പോകാം. പിന്നെ ഇരിക്കുന്ന സമയത്ത് ഇഴജന്തുക്കളൊന്നും വരാതെയൊക്കെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളൊന്നിനെയും കണ്ടിട്ടൊന്നുമില്ല. അവിടെ സെക്യൂരിറ്റിയും ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഗൈഡ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഗൈഡ് വന്നിട്ടില്ലെങ്കിലും അവിടെ ഗൈഡ് ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ കയറിയ ബാച്ചുകളെല്ലാം പുറകിൽ വന്നുകൊണ്ടിരിക്കണം. ഞങ്ങളാണ് ഫ്രണ്ട് നടന്നു പോയത്. അങ്ങനെ ഫ്രണ്ടിലോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മരത്തിന്റെ ചില്ലകളിലൊക്കെ ഒരുപാട് വവ്വാൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. പിന്നെ ദേ ഇവിടെ ഈ പാറക്കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന ഈ ഒരു ഇത് കണ്ടോ, ഇത് ഇലയുണ്ടല്ലോ, അത് വരച്ചു വെച്ചേക്കുന്നത് അവിടെ നിൽക്കുന്ന ആ മരത്തിന്റെ സെയിം ഇലയാണ്. അപ്പൊ അവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സ്കാൻ ചെയ്താൽ ആ മരത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നേക്കുന്നത് ഒരു കുളത്തിന്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു കുഞ്ഞു കുളം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൂ കളർ താമര പോലത്തെ ഒരു സസ്യമാണ്. താമര അല്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല. താമര അല്ലാന്നാണ് തോന്നുന്നത്, ആമ്പലും അല്ല. അപ്പം അങ്ങനെ ഒരു ചെടിയും കണ്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പുറത്ത് ഇറങ്ങി വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 65% വെള്ളവും ബാക്കി ചതുപ്പ് നിലവുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ചെന്നൈയിലുള്ളവർ വരണം. അതുപോലെ ചെന്നൈയിൽ വരുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ചെന്നൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് ഒരു പച്ചപ്പുള്ള ശ്വാസകോശമായി കാണപ്പെടുന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അത്രയ്ക്കും അടിപൊളി പാർക്കാണ്. അടയാർ ഇക്കോ പാർക്ക് എന്നാണ് ഇതിന്റെ പേര്. തൊൽക്കാപ്പിയ പൂങ്ക എന്ന് പറയും. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ വേറെ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും. കുറേ ആൾക്കാർ ചേർന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത്രയും ദൂരം നടക്കാനുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ നടക്കുന്ന ദൂരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 പേര് ആയതുകൊണ്ടാണ് നമുക്ക് കുറേ കഴിഞ്ഞപ്പോഴേക്കും ബോറടിച്ചു. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ടൊക്കെയാണ് വന്നത്. തീരെ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടാണ് ആളുകൾ വന്നത് കേട്ടോ. എന്തായാലും മക്കളെ കൊണ്ടുവന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലം കാണിക്കുക. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. വെറും 20 രൂപ ടിക്കറ്റേ ഉള്ളൂ. പിന്നെ ക്യാമറയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് അടയ്ക്കണം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ആ ഒരു വെബ്സൈറ്റിനകത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അങ്ങനെ ഞങ്ങൾ എല്ലാം കറങ്ങി ഒന്ന് ചുറ്റി കണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് 4 മണിയായപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങി വരാൻ പറ്റുമായിരുന്നേ. ഇപ്പൊ 2:30 കയറിയ ഞങ്ങൾ കറക്റ്റ് 4 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. 4:30 വരെ സമയമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ടില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരുന്നേ കേട്ടോ. പെട്ടെന്ന് കണ്ടിങ്ങി പോരുവാണ് ചെയ്തത്. റെസ്റ്റ് എടുത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ അവിടെ നിന്ന് 4:30 ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സമ്മർ വെക്കേഷൻ വന്നോളാം കേട്ടോ, മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.